നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപകുമാർ, തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഹെർണിയയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കും പുരുഷന്മാരിൽ കൂടുതലായിട്ടും ധാരാളമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ഹെർണിയ. അതിലേറ്റവും രസകരമായ കാര്യം, പല ആൾക്കാർക്കും ഹെർണിയ ഉണ്ടെങ്കിലും നമ്മളതൊരു രോഗമായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ശരിക്കും എന്താണ് ഹെർണിയ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നമ്മളുടെ വയറിൻ്റെ ഭിത്തി എല്ലാവർക്കും ഒരു മിനിമം കട്ടിയുണ്ടാവും. കുറേ സാധനങ്ങൾ അല്ലെങ്കിൽ കുറേ ലെയറുകൾ ചേർന്നിട്ടാണ് വയറിൻ്റെ ഭിത്തി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ചിലരിൽ ചിലപ്പോൾ ഇടുപ്പിൻ്റെ ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ പൊക്കിളിൻ്റെ ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഗത്തോ ഈ വയറിൻ്റെ ഭിത്തിക്ക് ഒരു ബലക്ഷയം ഉണ്ടാവുകയും അതുവഴി നമ്മൾ നിൽക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒക്കെയായി വയറിൻ്റെ ഉള്ളിലുള്ള മർദ്ദം കൂടി ഈ ബലക്ഷയമുണ്ടായ ഭിത്തിയിലൂടെ വയറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുടലിൻ്റെയോ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെയോ ഭാഗം പുറത്തേക്ക് വരുന്നതിനാണ് ഈ ഹെർണിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗം എന്ന് പറയുന്നത് ഹെർണിയ എന്നുള്ളതാണ്. പക്ഷേ നമ്മളിൽ പലരോടും ചോദിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യം, എനിക്കിങ്ങനെ പുറത്തേക്ക് വരുന്നൊരു മുഴയുണ്ട്, പക്ഷേ അതൊരു പ്രശ്നമൊന്നുമല്ല, എനിക്കൊരു രോഗമായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിൽ പലരുടെയും വിശ്വാസം അനുസരിച്ച് അത് രോഗമാകുന്നത് എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്ന കാര്യം, എനിക്കവിടെ വേദന വരുന്നില്ല, എനിക്കത് കാരണം മറ്റ് ബുദ്ധിമുട്ടുകളില്ല, എനിക്കവിടെ നിറവ്യത്യാസമോ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടോ ഛർദിയോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെയൊക്കെ ഒരു ധാരണ ഹെർണിയ ഒരു രോഗമാകുന്നത് ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് എന്നുള്ളതാണ്. പക്ഷേ സത്യത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ശരിക്കും ഹെർണിയ എന്ന് പറയുന്നത് പുറത്തേക്കൊരു മുഴയായി തള്ളി വരുമ്പോൾ തന്നെ രോഗം ആരംഭിക്കുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദന, വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, വോമിറ്റിംഗ് അഥവാ ഛർദി, അതല്ലെങ്കിൽ ആ ഭാഗത്ത് നിറവ്യത്യാസമോ അല്ലെങ്കിൽ തടിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ, കട്ടിയായിട്ട് ഇരിക്കുകയോ അങ്ങനെയൊക്കെ വരുന്നത് ശരിക്കും കോംപ്ലിക്കേഷനാണ്. ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുകൂടി ഞാൻ വളരെ ചുരുക്കി പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വയറിനുള്ളിൽ കിടക്കേണ്ടതായ കൊഴുപ്പോ അല്ലെങ്കിൽ കുടലിൻ്റെ ഭാഗങ്ങളോ ഇങ്ങനെ ഒരു ശക്തിക്ഷയമുണ്ടായ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഈ ഹെർണിയ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളുടെ പുറത്തേക്ക് വരുന്ന ആ ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡിഫക്റ്റ് അതൊന്ന് ടൈറ്റായി പോവാം, അതൊന്ന് മുറുകിപ്പോയി കഴിഞ്ഞാൽ ഈ പുറത്തേക്ക് വന്ന കുടലിൻ്റെയോ കൊഴുപ്പിൻ്റെയോ ഭാഗം അവിടെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ആ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം നിന്നുപോകും. ആ ഭാഗം രക്തപ്രവാഹം ഇല്ലാതെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും രോഗികൾക്ക് വേദന, വയറ്റിൽ നിന്ന് കുടൽ ടൈറ്റായി പോവുകയാണ്, കരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, നമ്മൾ കഴിച്ച ആഹാരം താഴേക്ക് പോകാതെ വയറ്റിൽ അവിടെ കെട്ടിക്കിടന്ന് വോമിറ്റിംഗ്, ഛർദി ഉണ്ടാവുക, ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ കോംപ്ലിക്കേഷനാണ്. ഈ രോഗത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ കോംപ്ലിക്കേഷൻ വരുന്നതിന് മുമ്പ് ചികിത്സ തേടുക എന്നുള്ളതാണ്. അതായത് ഒരു രോഗിയുടെ ശരീരത്തിൽ ഈ മുഴ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. കോംപ്ലിക്കേഷൻ വന്നിട്ടാണ് നമ്മൾ ചികിത്സ തേടുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഹെർണിയയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് വയറ് വലുതായി തുറന്ന് വയറിനുള്ളിൽ പ്രവേശിച്ച് ഈ ഹെർണിയേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വന്നിരിക്കുന്ന ആ കുടലിൻ്റെ ഭാഗമാണെങ്കിലും കൊഴുപ്പിൻ്റെ ഭാഗമാണെങ്കിലും ഉള്ളിലൂടെ എടുത്ത് കട്ട് ചെയ്ത് ചിലപ്പോൾ അതിൻ്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായി വരും. അപ്പോൾ അതൊരു വലിയ ഓപ്പറേഷനായി മാറും. അതിൻ്റെ കോംപ്ലിക്കേഷനുകളും വളരെ ബൃഹത്തായിരിക്കും. പക്ഷേ ഈ ഒരു രോഗം കോംപ്ലിക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ അഡ്രസ്സ് ചെയ്താൽ കീഹോൾ സർജറി നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓപ്പൺ സർജറിയും അവൈലബിൾ ആണ്. അത് വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ അവസാനിക്കുകയും ചെയ്യും. പക്ഷേ ഏത് തന്നെ ചെയ്യുകയാണെങ്കിലും, അതായത് കീഹോൾ സർജറി ചെയ്യുകയാണെങ്കിലും ഓപ്പൺ സർജറി ചെയ്യുകയാണെങ്കിലും നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, കഠിനാധ്വാനം വേണ്ടി വരുന്ന ജോലികൾ കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കീഹോൾ സർജറി ആണെങ്കിലും ഓപ്പൺ സർജറി ആണെങ്കിലും നമ്മൾ ഈ ഹെർണിയേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ ഉള്ളിലേക്കാക്കി അത് അടച്ച് അവിടെ ഒരു വല വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വല നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറാൻ, ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ടും വലിച്ചെടുക്കാൻ
നമുക്കൊരു കാലയളവുണ്ടാവും. ചില തരം വലകൾ ഒരു 3 മാസമൊക്കെ ചിലപ്പോൾ എടുത്തുനിന്ന് വരും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറാൻ. ആ ഫൈബ്രോസിസ് ഉണ്ടായിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും കാലം നമ്മൾ എന്ത് ചെയ്യരുത്, അധികം കട്ടിയുള്ള കഠിനാധ്വാനം വേണ്ടി വരുന്ന ജോലികളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. സ്ഥിരമായിട്ട് ചുമയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ചുമ പിന്നീട് വരാതെ നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ വെയിറ്റ് എടുക്കരുത്, സ്റ്റെപ്പ് കയറാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇവ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതല്ല, ചെയ്യുമ്പോൾ നമ്മളുടെ വയറിൻ്റെ ഭാഗത്ത് സ്ട്രെസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മർദ്ദം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് തന്നെ മനസ്സിലാവും. ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നീട് ഈ വയറിൻ്റെ ഭിത്തി വീക്കാവുന്നത് അല്ലെങ്കിൽ ആ ബലക്ഷയം സംഭവിക്കുന്നത് കൂടുതലും പുകവലിക്കുന്ന ആൾക്കാരിൽ, അവരുടെ ശരീരത്തിൽ കൊളാജൻ, വയറിൻ്റെ ഭിത്തിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ പ്രോട്ടീൻ, കൊളാജൻ, ഇതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ പുകവലി നിർത്തുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. വെയിറ്റ് എടുക്കുക, അങ്ങനെയുള്ള കഠിന പ്രവൃത്തികൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. പിന്നെ ചുമയുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ചികിത്സ എടുത്ത് പോകുന്നതും നല്ലൊരു കാര്യമായിരിക്കും. ഈ ഹെർണിയ സർജറി ആണെങ്കിൽ പോലും ഒരിക്കൽ ചെയ്തിട്ട് നമുക്ക് വീണ്ടും വരില്ല എന്ന് പറയാൻ പറ്റില്ല. അതും അങ്ങനെ ഒരു കാര്യം കൂടി ഇതിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഹെർണിയയെക്കുറിച്ച് മെയിനായിട്ടും നമുക്ക് സംസാരിക്കാനുള്ളത്. താങ്ക് യു.